പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പകൽക്കാലം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി 34-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കാം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ആരാധനയ്ക്കു വേണ്ടി മഹനീയമായ ഒരു ആഹ്വാനമാണ് ഈ മനോഹരമായ തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ആരോഗ്യമൊക്കെ കർത്താവ് തരുമ്പോൾ സമയം പാഴാക്കി കളയാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നാം ആരാധിക്കുന്നവരായിരിക്കണം. ആരാധിക്കുവാൻ അനേകരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. നിരുത്സാഹം കാണിക്കാതെ, അലസമായിരിക്കാതെ, ഉദാസീനതയോടെ ആയിരിക്കാതെ കർത്താവ് തരുന്ന സമയങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അതിഭദ്രമായി ദൈവം കാത്തു സൂക്ഷിച്ചു. സ്തോത്രം. എത്രയോ അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ കാലയളവിൽ, അനർത്ഥങ്ങൾ വന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, അനേക മഴക്കെടുതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രതികൂല കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. സ്തോത്രം. ആ ദൈവത്തെ എങ്ങനെ നാം മറക്കും അല്ലേ? ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്നു പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടവരുത്തട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മുടെ ചലനങ്ങൾ, ഞങ്ങളുടെ സംസാരങ്ങൾ, നമ്മുടെ ഹല്ലേലൂയ തലമുടി ഒരിഴ ഹല്ലേലൂയ നിലത്ത് വീഴണമെങ്കിൽ കർത്താവ് അറിയണം. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സാന്നിധ്യമല്ല ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തില്ല. നമുക്കൊരു വായു ശ്വസിക്കുവാൻ, ഒരു ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കത്തില്ലാത്തതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നടക്കുവാൻ ഇടയാകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ചേർന്ന് മഹിമപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, കർത്താവിന് തക്ക മഹത്വം കൊടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നാം ഒന്നിച്ച് ഹല്ലേലൂയ ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. പിതാവായ ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നിന്റെ നാവ് കൊണ്ട്, മനസ്സുകൊണ്ട് ഹല്ലേലൂയ ലഭിച്ചിട്ടുള്ള നന്മകൾ കൊണ്ട് അവൻ്റെ നാമത്തെ ഹല്ലേലൂയ എത്രത്തോളം ഉയർത്തുവാൻ സാധിക്കുമോ അത്രത്തോളം വലിയവനായ ദൈവത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക, മറ്റുള്ളവരെ ആരാധനയ്ക്കായി പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറുക. നാം ഓരോരുത്തരും ഹല്ലേലൂയ അതിന് ഇടവരട്ടെ. ഒന്നുകിൽ
ചെയ്യുന്നവരായിരിക്കാം, ഹല്ലേലൂയ. അല്ലെങ്കിൽ ആരാധനയെ ഉന്മൂലനം ചെയ്യുന്നവരായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പലപ്പോഴും നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുന്നില്ല, എന്നാൽ ആരാധിക്കാൻ പോകുന്നവരെ തന്നെ തടസ്സം ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നത് ഒരിക്കലും വെറുതെ ആകത്തില്ല കേട്ടോ. കർത്താവിന്റെ നാമത്തെ ചൊല്ലി നാം ഉയർത്തുവാണെങ്കിൽ, കർത്താവിന്റെ നാമം ഉയർത്തുവാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിനെ മഹിമപ്പെടുത്തുവാണെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം നാം ഉയർത്തി കഴിഞ്ഞാൽ, ഹല്ലേലൂയ ഈ ലോകത്തായിരിക്കുമ്പോൾ നാം ഏതൊക്കെ വിഷയമാണോ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ വിഷയങ്ങളുടെ മധ്യ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിശ്ചയമായി നടക്കുവാനിടയാകും. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വചനമനുസരിച്ച് മുന്നേറിക്കൊണ്ട് കർത്താവിന്റെ വചനം ഉയർത്തുവാൻ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നാലും, ഏതൊക്കെ മണ്ഡലങ്ങളിലായിരുന്നാലും, ഹല്ലേലൂയ എവിടെയോ ആയിക്കൊള്ളട്ടെ, കർത്താവിന്റെ നാമം ഉയർത്തുക, ദൈവികമായ ഹല്ലേലൂയ നാമത്തെ ഉയർത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, കർത്താവിന് തക്ക മഹത്വം കൊടുക്കുക, ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങുവാനിടയാകും. നമ്മുടെ ദേശത്തിന് വേണ്ടി ദൈവം ഇറങ്ങുവാനിടയാകും. ഹല്ലേലൂയ. കർത്താവ് എന്നെയും നിന്നെയും